എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വീഡിയോ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇവിടെ നമ്മൾ 2 ഗ്ലാസ് പച്ചരി എടുത്തിരിക്കുവാണ്. പിന്നെ 3/4 ഗ്ലാസ് ഉഴുന്നും എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ഗ്ലാസ്സിനാണ് നമ്മൾ അളവെടുത്തിരിക്കുന്നത്. പച്ചരി അളന്ന സെയിം ഗ്ലാസ്സിൽ തന്നെയാണ് ഉഴുന്നിൻ്റെ അളവും നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പച്ചരി ഉഴുന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. കഴുകി കൊണ്ടുവന്നിട്ട് ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് കുതിരുന്നതിന് വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ പച്ചരിയിലേക്ക് ഇതുപോലെ നമ്മൾ വെള്ളം ഒഴിക്കുവാണ്. പിന്നെ ഉഴുന്നിലേക്ക് കുറച്ച് കൂടുതൽ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഉഴുന്നിൻ്റെ വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇനി ഇതൊരു 8 മണിക്കൂറെങ്കിലും കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. 8 മണിക്കൂറിന് ശേഷം ഇത് നമുക്ക് അരച്ചെടുക്കാം. 8 മണിക്കൂർ കഴിഞ്ഞ് പച്ചരി ഉഴുന്ന് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം. പച്ചരിയുടെ വെള്ളം നമുക്ക് കളഞ്ഞെടുക്കാം. അത് നമുക്കിനി വേണ്ട. പിന്നെ ഉഴുന്നിൻ്റെ വെള്ളം നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. ഈ വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് വെള്ളം കളഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചരി ആദ്യം ഇട്ട് കൊടുക്കാം. ഇനി പച്ചരിയിലേക്ക് 3/4 ഗ്ലാസ് ചോറും കൂടി ചേർക്കണം. ചോറ് ചേർത്താൽ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. പച്ചരി ഉഴുന്നും അളന്ന സെയിം ഗ്ലാസ്സിൽ തന്നെയാണ് നമ്മൾ ചോറും അളന്നെടുക്കുന്നത്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഉഴുന്നിൻ്റെ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. പച്ചരിയുടെ താഴെ നിൽക്കത്തക്ക രീതിയിൽ വെള്ളം മതി, ഒത്തിരി വെള്ളം നമ്മൾ ഒഴിക്കേണ്ട. ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം. ഇഡ്ഡലിക്ക് ആയതുകൊണ്ട് പച്ചരി നന്നായിട്ട് അരയേണ്ട, ചെറിയ തരിയോടുകൂടി നമ്മൾ അരച്ചെടുത്താൽ മതി. ഇതുപോലെ നമ്മൾ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് ഇത് നമുക്ക് ഒഴിച്ചു വയ്ക്കാം. കുറച്ച് വലിയ പാത്രം നമ്മൾ എടുക്കണം. പൊങ്ങി വരുമ്പോഴത്തേക്കും അത് പുറത്തു പോകാതിരിക്കാനാണ്. ഇനി ഈ ജാറിലേക്ക് തന്നെ ഉഴുന്നിട്ട് കൊടുക്കാം. പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന ഉഴുന്നിൻ്റെ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഉഴുന്നിൻ്റെ ഒപ്പത്തിന് നമുക്ക് വെള്ളം ഒഴിക്കാം. ഇനി ഇത് നന്നായിട്ട് നമുക്ക് അരയ്ക്കാം. നന്നായിട്ട് അരച്ചു കൊണ്ടുവന്നിട്ട് പച്ചരി അരച്ചതിലേക്ക് തന്നെ ഇതും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കൈകൊണ്ട് തന്നെ നമ്മളിത് മിക്സ് ചെയ്യണം. നന്നായിട്ട് ഇത് മിക്സ് ആകേണ്ടതാണ്. ഇനി ഇത് നമ്മൾ 12 മണിക്കൂർ പൊങ്ങാൻ വേണ്ടി മാറ്റി വെക്കണം. ഇപ്പോൾ രാവിലെ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാനാണെങ്കിൽ നമ്മൾ തലേദിവസം രാവിലെ പച്ചരി ഉഴുന്ന് വെള്ളത്തിലിട്ടിട്ട് സന്ധ്യയ്ക്ക് അരച്ചെടുക്കുവാണെങ്കിൽ രാവിലത്തേക്ക് മാവ് നന്നായിട്ട് നമുക്ക് പൊങ്ങി റെഡിയായി കിട്ടും. ഇപ്പോൾ 12 മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇഡ്ഡലിക്ക് ആയതുകൊണ്ട് ഇതുപോലെ മാവ് വരണം, ഒത്തിരി ലൂസായി പോകരുത്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. പിന്നെ ഇഡ്ഡലിക്ക് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇഡ്ഡലി ഉണ്ടാക്കി തുടങ്ങാം. ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം നമുക്ക് ആദ്യം അടുപ്പത്ത് വെക്കാം. ഇനി ഇഡ്ഡലി തട്ടിൽ നമ്മൾ കുറച്ച് എണ്ണ തൂത്ത് കൊടുക്കണം. ഇഡ്ഡലി വെന്ത് കഴിയുമ്പോൾ ഒട്ടിപ്പിടിക്കാതെ എളുപ്പം എടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ എണ്ണ തൂക്കുന്നത്. ഇനി മാവ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇഡ്ഡലി പാത്രത്തിലേക്ക് ഓരോ തട്ട് നമുക്ക് വെച്ചു കൊടുക്കാം.
ഇനി അടച്ച് വെച്ചിട്ട് വെള്ളം തിളച്ച് ആവി വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടണം. ആവി വന്നു കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കുറച്ച് സമയം കൂടി അടുപ്പത്ത് തന്നെ വെക്കാം. ഇപ്പം നമ്മുടെ ഇഡ്ഡലി വെന്ത് വന്നിട്ടുണ്ട്. ഇനി തണുക്കാൻ വേണ്ടിയിട്ട് ഓരോ തട്ട് നമുക്ക് മാറ്റി വെച്ച് കൊടുക്കാം. നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഒരു സ്പൂൺ കൊണ്ട് നമുക്ക് ഇഡ്ഡലി എടുക്കാം. കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ട് സ്പൂൺ അതിലൊന്ന് മുക്കിയിട്ട് ഇഡ്ഡലി എടുക്കുവാണെങ്കിൽ ഇത് പെട്ടെന്ന് വിട്ട് കിട്ടും. ഇതുപോലെ നല്ല സോഫ്റ്റ് ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ വേഗം തന്നെ കാണാം. താങ്ക് യു.